ഹലോ ഓൾ, RRB ഗ്രൂപ്പ് ഡിയിൽ മാത്സിൻ്റെ സിലബസിൽ പറയുന്ന ആദ്യത്തെ ചാപ്റ്ററായ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്പർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് എന്താണ് നമ്പർ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. A number is a mathematical symbol representing a quantity. ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സിമ്പിളിനെ നമ്മൾ പറയുന്ന പേരാണ് നമ്പർ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, അതിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. 1, 2, 3 എക്സെട്ര ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ 0 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ എണ്ണാൻ ഉപയോഗിക്കുന്ന 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി അടുത്തത് എന്താണ് ഹോൾ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു 0യും കൂടെ ഉൾക്കൊള്ളുന്ന സമയത്താണ് അത് ഹോൾ നമ്പേഴ്സ് ആവുന്നത്. ഓക്കെ, അപ്പോൾ 0, 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0 ആർ കോൾഡ് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഇൻറ്റീജേഴ്സ്. ഓൾ ദ ഹോൾ നമ്പേഴ്സ് ആൻഡ് നെഗറ്റീവ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആർ കോൾഡ് ഇൻറ്റീജേഴ്സ്. അതായത് ഈ പറയുന്ന 0 to 1, 0, 1 എക്സെട്ര പറഞ്ഞു പോകുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സും അതുപോലെ തന്നെ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവ്സും ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 0, 1, 2, 3, 4 എക്സെട്ര ഇതൊക്കെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ്, അതായത് ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവ്, -1, -2, -3, -4 അങ്ങനെ പറഞ്ഞു പോകുന്ന ഈ ആരോ മാർക്ക് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ ലൈൻ ഒരിക്കലും അവസാനിക്കില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആരോ മാർക്ക് ഇടുന്നത്. സോ ഈ പറയുന്നതാണ് ഇതാണ് നമ്പർ ലൈൻ. ഇതിൽ ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മുതൽ 1, 2, 3, 4 എക്സെട്ര എന്ന് പറയുന്നതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സ്. ഇനി 0, 1, 2, 3, 4 എക്സെട്ര എന്ന് പറയുന്നതാണ് ഹോൾ നമ്പേഴ്സ്. ഇനി അതുപോലെ തന്നെ ഈ 0, 1, 2, 3 എക്സെട്ര ഈ നമ്പേഴ്സിൻ്റെ കൂടെ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവും കൂടെ ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷനെ പറയുന്ന പേരാണ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തതായിട്ട് എന്താണ് ഈവൺ ഇൻറ്റീജേഴ്സ്, എന്താണ് ഓഡ് ഇൻറ്റീജേഴ്സ് എന്ന് നോക്കാം. ഓൾ ഇൻറ്റീജേഴ്സ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആർ കോൾഡ് ഈവൺ ഇൻറ്റീജേഴ്സ്. നമുക്ക് 2 വെച്ച് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സിനെ പറയുന്ന പേരാണ് ഈവൺ ഇൻറ്റീജേഴ്സ്. ഫോർ എക്സാമ്പിൾ -6, -4, -2, 0, 2, 4, 6 എക്സെട്ര ഇതൊക്കെയാണ് ഈവൺ ഇൻറ്റീജേഴ്സ്. ഇനി ഓഡ് ഇൻറ്റീജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇൻറ്റീജേഴ്സ് ദാറ്റ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആർ കോൾഡ് ഓഡ് ഇൻറ്റീജേഴ്സ്. ഇവിടെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ 1, 3, 5 ഇതൊന്നും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. സോ അങ്ങനെയുള്ള നമ്പേഴ്സിനെ ഓഡ് ഇൻറ്റീജേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് പ്രൈം നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പേഴ്സ്? എ നമ്പർ വിച്ച് ഹാസ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് ഇസ് കോൾഡ് പ്രൈം നമ്പർ. അതായത് ഇപ്പോൾ ഒരു 3 എടുത്ത് നോക്കാം. ഇപ്പോൾ 3 ഞാൻ കൺസിഡർ ചെയ്യാണ്. ഒരു 2ഉം 3 ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് 2ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് 1 × 2 എഴുതാം, അല്ലാതെ വേറൊരു നമ്പറിനെയും ഈക്വൽ ടു 2 അല്ലാതെ വേറെ ഏത് 2 നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 2 കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 2ഉം 1ഉം ആണ് 2ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ നമ്പറും 1ഉം മാത്രം ഫാക്ടേഴ്സായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. അതായത് ഇപ്പോൾ 3യെ നമുക്ക് 1 × 3 എന്ന് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ 3യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 3യും മാത്രമാണ്. സോ ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ 2, 3, 5, 7, 11
ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ്, ഇപ്പോൾ ഒരിക്കലും 4 പ്രൈമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4നെ നമുക്ക് 1x4 എന്ന് എഴുതാം, 2x2 എന്ന് എഴുതാം. അപ്പോൾ 1ഉം 4ഉം അല്ലാതെ 2 എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ അതിനുള്ളത് കൊണ്ട് ഇതെന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. സോ 1ഉം അതുപോലെ ആ നമ്പർ മാത്രം ഫാക്ടേഴ്സായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ് കോമ്പോസിറ്റ് നമ്പർ? A number which has at least one factor other than 1 and the number itself is called a composite number. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4ന് 1ഉം 4ഉം അല്ലാതെ 2 എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ ഉണ്ട് അല്ലേ. സോ അതുകൊണ്ട് ആ നമ്പേഴ്സിനെ, അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന്. ഓക്കെ, കോമ്പോസിറ്റ് നമ്പേഴ്സ് 4, 8, 234, 33, 9 ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, കോമ്പോസിറ്റ് നമ്പേഴ്സായിട്ട് പറയാം. ഇതിനെല്ലാം 1ഉം 4ഉം അല്ലാതെ മറ്റൊരു ഫാക്ടറും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് നമ്പേഴ്സ് ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഏറ്റവും കോമ്പോസിറ്റ് നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ നമ്പർ, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. കാരണം നമ്മൾ 0, 1, 2, 3, 4, 5, 6 ഇതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ 2ഉം 3ഒക്കെ ഇതൊക്കെ എന്താണ്, പ്രൈം നമ്പേഴ്സാണ്. ഇതിന് 1ഉം ആ നമ്പറും അല്ലാതെ വേറൊരു ഫാക്ടറും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ 4 ഇസ് ദ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് നമുക്ക് പറയാൻ കഴിയും. 4 ഇസ് ദ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, ഇനി അടുത്തത് 1 ഇസ് നീദർ എ കോമ്പോസിറ്റ് നോർ എ പ്രൈം നമ്പർ. 1നെ നമുക്ക് പ്രൈം നമ്പറായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കോമ്പോസിറ്റ് നമ്പറായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ ഇവിടെ നിന്ന് പറയാൻ പറ്റും. 2 ഇസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം, അത് 2 ആണെന്ന് പറയാം. ഓക്കെ, 2 ഇസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ 2 അല്ലാതെ മറ്റൊരു ഈവൻ പ്രൈം നമ്പർ ഇല്ല. ആകെയുള്ള ദ ഓൺലി പ്രൈം ഈവൻ നമ്പർ ദാറ്റ് ഇസ് പ്രൈം ആയിട്ടുള്ള ഒരേ ഒരു ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. ഓക്കെ, ഇനി എന്താണ് കോപ്രൈം നമ്പേഴ്സ്? 2 numbers are said to be coprime if they do not have common factor other than 1. 1 അല്ലാതെ മറ്റ് 2 നമ്പേഴ്സ് കൺസിഡർ ചെയ്യാണ്. ഈ കൺസിഡർ ചെയ്യുന്ന 2 നമ്പേഴ്സിന് 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള നമ്പേഴ്സിനെ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമുക്ക് 2ഉം 3ഉം കൺസിഡർ ചെയ്ത് നോക്കാം. 2ഉം 3ഉം കൺസിഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് 2ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമാണ്. അതുപോലെ 3ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 3ഉം മാത്രമാണ്. അപ്പോൾ 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഇതിനില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോപ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഇനി അതല്ലാതെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 4ഉം 8ഉം എടുത്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ 4ഉം 8ഉം കൺസിഡർ ചെയ്യുന്ന സമയത്ത് 4ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 വരും, 2 വരും, 4 വരും അല്ലേ. അതുപോലെ 8ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 വരും, 1 ഇൻറ്റു 8 8 ആണ്, 2 ഇൻറ്റു 4 8 ആണ്. കഴിഞ്ഞല്ലേ. അപ്പോൾ 1, 2, 4, 8 ഇതൊക്കെ 8ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ 1 അല്ലാതെ 2ഉം അതുപോലെ 4ഉം 4ൻ്റെയും 8ൻ്റെയും ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട്. 2ഉം വരുന്നുണ്ട്, 4ഉം വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഈ 2ഉം 4 എന്ന് പറയുന്നത് 4ൻ്റെയും 8ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് 4ഉം 8ഉം കോപ്രൈംസ് അല്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ 2 നമ്പേഴ്സിൻ്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, ഇനി എന്താണ് റിയൽ നമ്പേഴ്സ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓൾ ദ നമ്പേഴ്സ് ദാറ്റ് ആർ പ്രസൻറ്റ് ഓൺ ദ നമ്പർ ലൈൻ ഇസ് കോൾഡ് റിയൽ നമ്പേഴ്സ്. അതായത് നമ്പർ ലൈനിൽ കാണുന്ന എല്ലാ നമ്പേഴ്സിനെയും, ഞാനിവിടെ നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ നമ്പേഴ്സിനെയും പറയുന്ന പേരാണ്
റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ മുതൽ ഈ അറ്റം മുതൽ ഇവിടെ ഇത് ഒരിക്കലും അവസാനിക്കാതെ അങ്ങനെ എൻലെസ്സായി പോകുന്ന ഒരു ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇതിനിടയിലും ഇപ്പോൾ നമ്മൾ ഇൻഡിജേഴ്സിൻ്റെ കാര്യം പറയുന്നതൊക്കെ ഈ 1 2 3 4 എക്സെട്ര ഈ നമ്പേഴ്സിനെ മാത്രമാണ്. ഇതിനിടയിലും ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും നമ്പേഴ്സ് ഈ 0-ൻ്റെയും 1-ൻ്റെയും 1-ൻ്റെയും 2-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിലുണ്ട് അല്ലേ. ഫ്രാക്ഷൻസ് ഡെസിമൽസ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അപ്പോൾ അത്തരത്തിലുള്ള നമ്പേഴ്സിനെ, അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും കളക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റിയൽ നമ്പേഴ്സ് തന്നെ 2 തരത്തിലാണുള്ളത്. ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഒന്ന് റാഷണൽ നമ്പേഴ്സും അതുപോലെ ഇറാഷണൽ നമ്പേഴ്സും. ഓക്കെ, റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും, അതായത് ഒരു P/Q ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്ന വേർ Q നോട്ട് ഈക്വൽ ടു 0, ഒരു ഫ്രാക്ഷൻ, ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ 3/7, 22, 24/6 ഇതൊക്കെ നമുക്ക് ഒരു P/Q ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഇനി എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? അതായത് നമ്പർ ദാറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം P/Q, വേർ Q, ഇവിടെ Pയും Qയും ഇൻറ്റീജേഴ്സ് ആയിരിക്കണേ. ഓക്കെ, അത്